നീ എന്തായാലും ഫാമിലിയും കൂട്ടി വരണം. അതൊന്നും എനിക്ക് കേൾക്കണ്ട, എത്തിയേ പറ്റൂ. പ്രിയൻ. സർ, സാറെന്താ ഇവിടെ? ഇവിടെ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീടുണ്ട്, ഞാൻ അവനൊന്ന് കാണാമെന്ന്. പിന്നെ പ്രിയനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ളതുകൊണ്ട് വിളിച്ച. പ്രിയൻ എന്തെങ്കിലും തിരക്കിലായിരുന്നു? ഇല്ല, സാറ് പറഞ്ഞു. ഇതുവരെ ഞാൻ എന്റെ പിറന്നാള് പല തരത്തിലും പലരുടെയും കൂടെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്തൊരു ആവേശം ഇത്തവണ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ നല്ല ആവേശത്തില് സാറിന് പിറന്നാളിന് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റില്ല പ്രിയൻ. അത് പാർവതിക്ക് മാത്രമേ കഴിയൂ. സാറെന്താ ഉദ്ദേശിക്കുന്നത്? നാളത്തെ ചടങ്ങിൽ വെച്ച് ഞാൻ പാർവതി പ്രപ്പോസ് ചെയ്യാൻ പോവാ. അവൾ എന്റെ പ്രണയം അംഗീകരിച്ചു കഴിഞ്ഞ് വന്നിരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് ഗ്രാൻഡായിട്ട് അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിയിക്കാം. അതുകൊണ്ട് പാർവതിയുടെ സമ്മതമാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ്. സർ, ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് വിരോധമൊന്നും തോന്നരുത്. എന്നോട് സംസാരിക്കാൻ പ്രിയന് മുഖപരയുടെ ആവശ്യമുണ്ടോ? ചുമ്മാ പറ. നാളെ പാറുവിനോട് ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയ ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള പാർട്ടിയിൽ പാറു ഇതുവരെ പോയി കാണില്ല. പരിചയമില്ലാത്ത ആളുകളെയും സാഹചര്യമൊക്കെ കണ്ട് അവൾ ആകെ ടെൻഷനിലായിരിക്കും. അതിൻ്റെ ഇടയിൽ സാറ് പ്രപ്പോസ് ചെയ്ത അവൾ കൂടുതൽ ടെൻഷനായി എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുന്ന എൻ്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നാളത്തെ ഫംഗ്ഷൻ മുഴുവൻ കൊളാവില്ലേ സർ? ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയൻ ഒരുപാട് സന്തോഷിക്കുന്ന ഞാൻ കരുതിയത്. ഇത്രയും നെഗറ്റീവായൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ സർ, ഞാൻ സാറിനോടുള്ള കരുതൽ കൊണ്ട് പറഞ്ഞതാ. യാ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ രണ്ടുപേരുടെയും പ്രണയത്തിലെ ഏറ്റവും വലിയ തടസ്സം സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന. ഇനിയും ആ തെറ്റ് തുടരാൻ എനിക്ക് താല്പര്യമില്ല. പാർവതിയെ മാത്രമല്ല, എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാം ഇതിനെപ്പറ്റി എനിക്ക് അറിയിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഗ്രാൻഡായിട്ട് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നാളെ പ്രിയൻ എൻ്റെ കൂടെ ഒരു ധൈര്യത്തിനുണ്ടാവണം. കൈലാഷ് സാറ് പാറുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവൾ എന്തായാലും സത്യം പറയും. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കൈലാഷ് സാർ അപമാനിതനാവും. അതിലും ഭേദം ഇവിടെ വെച്ച് സത്യം പറയുന്നല്ലേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തകർക്കാനും തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും പാറുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും പ്രിയനെന്താ എൻ്റെ അടുത്തൊരു ഓൾ ദി ബെസ്റ്റ് പോലും പറയാത്തത്? ഓൾ ദി ബെസ്റ്റ് സാർ. അത് കൈ കൊടുത്ത് പറയടോ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. എന്നാ ഞാൻ പോട്ടെ സാർ. അല്ല, പ്രിയം പോയാ എന്നെ ആരാ ഡ്രോപ്പ് ചെയ്യുന്നത്? അയ്യോ, അപ്പൊ സാറിന്റെ കാറ് എടുത്തില്ലടോ. നാളത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നടന്നിങ്ങ് പോന്നു. പ്രിയനെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ബൈക്കിലോ? അതിനെന്താ, എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നല്ല, ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നതാണ് പ്രധാനം. പ്രിയൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിന്റെ കൂടെ സൈക്കിളിൽ പോകാനാണെങ്കിലും ഞാൻ ഹാപ്പിയാ. വാ പോ. എന്താ പ്രിയൻചേട്ടാ ഈ സമയത്ത് വന്ന്? ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കൂ. എന്താ കാര്യം? നാളെ ഒരു കാരണവശാലും നീ കൈലാഷ് സാറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരരുത്. പെട്ടെന്നെന്താ ഇങ്ങനൊക്കെ പറയുന്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കൂടുതലൊന്നും ചോദിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ ഞാനിത് പറയുന്നത്. കാരണം എന്താണെന്നറിയാതെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ രഹസ്യങ്ങളൊക്കെ വെക്കുന്ന? പ്രിയൻചേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണം. ഞാനിപ്പോ കൈലാഷ് സാറിനെ കണ്ടിട്ടാ വരുന്നത്. അദ്ദേഹം എന്തിനാ ഇത്തവണ പിറന്നാള് വലിയ രീതിയിൽ ആഘോഷിക്കുന്നതെന്ന് നിനക്കറിയാമോ? ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹം നിന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാനുള്ള പ്ലാനില്ല. അയ്യോ, ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാണ് നാളെ വരരുതെന്ന് പറഞ്ഞതെന്ന്? ഞാനൊരു കാര്യം പറഞ്ഞ പ്രിയൻചേട്ടൻ ദേഷ്യപ്പെടരുത്. കൈലാഷ് സാറിനോട് സത്യം പറയാൻ
നമ്മള് ഒരവസരം തേടി നടക്കായിരുന്നില്ലേ? ഇതിപ്പോ അദ്ദേഹം തന്നെ നമുക്കൊരവസരം ഒരുക്കി തന്ന പോലെ ആയില്ലേ? അദ്ദേഹം എന്നോട് ഇഷ്ടാന്ന് പറയുമ്പോ എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞോളാം. അദ്ദേഹത്തെ നമ്മുടെ ബന്ധത്തെ പറ്റി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. പാറു, നിനക്ക് കൈലാഷ് സാറിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നാളത്തെ ഓരോ നിമിഷവും കൈലാഷ് സാറ് കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ സങ്കല്പം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്ര വലിയ ആളുകളാണ് വരാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച കൈലാഷ് സാറ് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നീ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് എത്ര വലുതാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നാണക്കേടാവും. ഇത് വലിയ പ്രശ്നമാവും അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. പ്രിയൻചേട്ടൻ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്രയും തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താതിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാ. നമ്മളിത് വൈകിപ്പിക്കും തോറും പ്രശ്നം വലുതാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യനെ ഇങ്ങനെ വഞ്ചിക്കുന്നത് എന്തിനാ? നാളെ തന്നെ എല്ലാ സത്യവും അദ്ദേഹത്തോട് പറയാം. അദ്ദേഹം ഒരു പുതിയ ജീവിതം ആരംഭിക്കട്ടെ. അയ്യോ, നിനക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലെന്നും നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അറിഞ്ഞാൽ കൈലാഷ് സാറ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ശരി, പ്രിയൻചേട്ടന് പേടിയാണെങ്കിൽ നമ്മുടെ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ കൈലാഷ് സാറിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൂടെ? അതും വേണ്ടാന്ന് എന്തിനാ പ്രിയൻചേട്ടനീ പറയുന്നേ? പാറു, അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ പ്രണയമുള്ളത് പ്രിയൻചേട്ടനോട് മാത്രമാ, കൈലാഷ് സാറിനോടല്ല. അത് തന്നെയാണ് സത്യം. ഇന്നാണെങ്കിലും ഇത് അദ്ദേഹം അറിഞ്ഞേ പറ്റൂ. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചാ നീ എന്ത് പറയും? എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടെന്നും അത് പ്രണയമായിട്ട് കരുതരുതെന്നും പറയും. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതിന് ഞാൻ ഇങ്ങനെ ഉത്തരവാദിയാവും? അങ്ങനെ പറഞ്ഞാലൊന്നും കൈലാഷ് സാറ് പിന്മാറാൻ പോകുന്നില്ല. അദ്ദേഹം എങ്ങനെയെങ്കിലും നിന്നെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവസാനം എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എവിടെ പോയി നിൽക്കും? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ടാണ് നിനക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും പറഞ്ഞോളാം. എങ്ങനെയാണെങ്കിലും ഈ വിഷയം ഇതോടെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. നമ്മൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ശരിക്കും എല്ലാം തുറന്നു പറയുന്നത്.